എവിടെ പോന്നു? Where are we going, Imu? Miramachi's house for ബിരിയാണി ഇടുന്ന ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ് ഇപ്പം. ഒന്നുമില്ല. വ്ളോഗിൽ വരും. Hey guys, welcome back to my channel Living it with Shugari. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്വിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നേക്കാണ് കൊല്ലത്ത്. അപ്പോൾ ഇന്ന് മീരാപ്പച്ചിയുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഡിന്നർ ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അഞ്ചും വൈഷ്ണവൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഉടനെ തിരിച്ചു പോകും. എനിക്ക് വയ്യ. ഇത് ബ്രാൻഡി. Baba, Good. Tell me. Nice. Who did you like the most? ഇങ്ങോട്ട് നോക്കിക്കേ. Who did you like the most? രംഗന്റെ ഇത് കട്ടഡ് വാമന്റെ സിഗ്നേച്ചർ പൈനാപ്പിൾ ജ്യൂസ്. പണ്ടേ ഉള്ളൊരു ഐറ്റം, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് എന്ത് മസ് സ്കോച്ച് ആണെന്ന് തോന്നുന്നു. ഇത് വൈനാണോ? ആ, ഇത് വൈനാ. എന്തോ കുടിക്കുന്ന കഷ്ണം? ഇതോ ഡ്രൈ ആയിട്ട് കുറച്ച് വൈൻ. ഇതുണ്ടല്ലോ. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് തൊട്ടേ എപ്പോഴും നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻ വരുമ്പോൾ മീരാപ്പച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. പൈനാപ്പിൾ സോർബയാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹോം മെയ്ഡ് വൈൻ ഇതൊക്കെ എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. കട്ട് ചെയ്തോ അച്ഛാ? കറക്റ്റായിട്ട് കുത്തിയാ? മാറിപ്പോയാ? എങ്ങനെ തിരക്കുണ്ടായിരുന്നോ? ആളില്ലായിരുന്നോ? പിന്നെ എവിടെയൊക്കെ ആൾക്കാർ കുഴഞ്ഞു വീണൊക്കെ? ഞങ്ങൾ ആരും വോട്ട് ചെയ്തു. ഇത്ര വോട്ടുകളാണ് ഇഷ്ടപ്പെട്ടവർക്ക്. അമ്മ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, അഞ്ചു ചെയ്തില്ല. അമ്മ വോട്ട് ചെയ്തോ? ആർക്കാ വോട്ട് ചെയ്തത്? BJP. Why BJP? ഇല്ല, ഇത് പ്യുവർ ഗ്രേപ്പ് വൈൻ. ലക്ഷ്മി നായരുടെ റെസിപ്പിയാണ്. പക്ഷെ കൊള്ളാം കേട്ടോ. കട്ടിട്ട് മാമൻ എന്താ ഉണ്ടാക്കിയത്? അവൻ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയാം. അവൻ്റെ അടുത്ത് കറക്റ്റ് നല്ലതാണോ ചീത്തയാണോ അവൻ്റെ അടുത്ത് വെച്ചാൽ അവൻ കറക്റ്റായിട്ട് പറയാം. നല്ലതാണോ അക്ക? ആണ്. ഇത്തവണ പൊങ്കാല ഇടോ മീരാപ്പച്ചി? നാളെ ശ്രീമാരിയുടെ മുന്നിൽ
സമയത്ത് നമ്മളുടെ സമ്മർ വെക്കേഷനും അതുപോലെ തന്നെ ക്രിസ്മസ്, ഓണം വെക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാനും എൻ്റെ കസിൻസും എല്ലാം ഇവിടെയാണ് ശരിക്കും ഒത്തുകൂടുന്നത്. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു വീടാണ്. ഒത്തിരി ഒക്കേഷൻസ്, അതുപോലെ തന്നെ ഗെറ്റ് ടുഗെദർ എല്ലാം. ഇപ്പം കസിൻസൊക്കെ എല്ലാവരും പല സ്ഥലത്തായത് കാരണം നമ്മളങ്ങനെ അധികം മീറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഓടിക്കളിച്ച് എന്താ പറയുക, ഉറക്കമില്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പണ്ട് കാത്തി ചേച്ചിയും അതുപോലെ തന്നെ പ്രിയങ്ക ചേച്ചിയും പിന്നെ പ്രവീണ പിന്നെ ഞാനും വൈഷ്ണവും എല്ലാം അപ്പം നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്കൊന്നും ആരും വരാറ് പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. മീരാപ്പച്ചിയും കട്ടടോമനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ US പോവും കാത്തി ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ പണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ അച്ചാമ്മ ഉണ്ടായിരുന്ന സമയത്തുമൊക്കെ ഇവിടെയായിരുന്നു. ഈ വീട്ടിൽ അങ്ങനെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു വീടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കുക്ക് എൻ്റെ അപ്പച്ചിയാണ്. അപ്പോൾ അപ്പച്ചിയുടെ രണ്ട് അപ്പച്ചിമാരും ഭയങ്കര കുക്സാണ്. പക്ഷേ എന്നാലും മീരാപ്പച്ചിയുടെ ഫുഡ് അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഗ്രാൻഡ് മദർ ഒരു അമേസിങ് കുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ എത്തിയ ഒരാളാണ് മീരാപ്പച്ചിയും. എൻ്റെ ഫേവററ്റ് പുഡിംഗ്. ഓ വാവ്, ഡിമോൾഡ് ചെയ്യാൻ പോകണം. Look at this cube. The best caramel custard ever. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മീരാപ്പച്ചിയുടെ സ്പെഷ്യൽ കാരമൽ കസ്റ്റേർഡാണ്. ഇതുപോലൊരു കാരമൽ കസ്റ്റേർഡ് വേറെ എവിടെ ഞാൻ കഴിച്ചിട്ടില്ല. അത്ര ക്രീമി ആയിട്ടുള്ള എഗ്ഗിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് കസ്റ്റേർഡാണ്. ഉമ്മനാണോ? ഇമ്മ കഴിക്കത്തില്ല എന്ന് തോന്നുന്നു. You have to, because it is made by Mira. Yummy, the yummiest caramel. കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ ഡയബറ്റീസ്. ഒരു പ്രത്യേക തരം ഡയബറ്റീസ് ആണ്. അച്ഛൻ എപ്പോഴും എങ്ങനെയാണെന്ന് അറിയോ, പായസം ഫുൾ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചായക്ക് വിത്തൗട്ട് മതി. അമ്മച്ചിക്ക് വിടും. അങ്ങനെ നമ്മുടെ അഞ്ജുവും വൈഷ്ണവും ഒക്കെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ദിവസമായി. എങ്ങനെയാണ് സമ്മർ വെക്കേഷൻ പോയെന്ന് അറിയത്തില്ല, വളരെ ഫാസ്റ്റായിട്ട് പോയി. നമ്മുടെ അമ്പലത്തിലെ ഉത്സവവും അതുപോലെ തന്നെ കുറേ ഫാമിലി മൊമെൻറ്റ്സും കുറേ ടൈം എന്തായാലും ഫാമിലിയായിട്ട് ഇത്തവണ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നിപ്പം രാത്രിയാണ് അവരുടെ ഫ്ലൈറ്റ് ഉള്ളത്, ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോൾ ഇത്തവണ അഞ്ജുവിൻ്റെ പാരൻസും അവരെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ചെറിയൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മളവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അക്ക ഭയങ്കര സ്ലീപ്പിംഗ് ആണല്ലോ അക്ക.
അപ്പം നമ്മുടെ ഓ ബൈ താമരയിലാണ് ഡിന്നറിന് വന്നേക്കുന്നത്. ഓസ്ട്രേലിയ പോവാ. നിങ്ങളുടെ കൂടെ വരാനുള്ള ഫുൾ സെറ്റപ്പ്. നിങ്ങളെല്ലാം മാച്ചിങ്ങും ആണ്. എങ്ങനെയുണ്ട് അഞ്ജു? എന്താ പറയുന്നേ? back to life. Back to work life. Yeah, work life. Oh my god. എന്തായാലും ഇത്തവണ ഒരു സന്തോഷമുണ്ടല്ലോ, അച്ഛനും അമ്മയും കൂടെ ഉള്ളത് കാരണം. അച്ഛനും അമ്മയുണ്ട്. അത് കാരണം അവര് ടാറ്റ പറഞ്ഞു പോകുന്നതിന്റെ ഒരു സാഡ്നെസ് അല്ലേ? ഫുൾ പാക്ഡ് ആണോ അഞ്ജു? ഫുള്ളി പാക്ഡ്. ഇപ്പൊ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവരുടെ ലഗേജും ഉണ്ട്. അതെ, എന്തായാലും സമാധാനം ഉണ്ടല്ലോ. അതെ അതെ. മെയിൻ ആയിട്ടും അതല്ലേ, ഹോം കുക്ക് ഫുഡ് കഴിക്കുക. അമ്മയുടെ ഫുഡ് കഴിക്കാം. അതെ. ഹാപ്പി ജേർണി ഓൾ. എല്ലാവർക്കും ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. ടാറ്റാ.